ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ചു. ഇതോടെ ഏക സിവിൽ കോഡ് അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. കാത്തിരിപ്പ് അവസാനിക്കുന്നുവെന്ന് പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. സഭയിലെ കോൺഗ്രസ് എംഎൽഎമാരുടെ പ്രതിഷേധം മറികടന്നാണ് ബിൽ അവതരിപ്പിച്ചത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, നേരത്തെ തന്നെ ഉത്തരാഖണ്ഡ് UCC നടപ്പാക്കുന്നതിൻ്റെ വഴിയിലാണ്. അതിൻ്റെ ചർച്ചകളൊക്കെ നേരത്തെ ആരംഭിച്ചു, റിപ്പോർട്ട് തയ്യാറാക്കി. ഇപ്പോൾ അത് സഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയാകാനിരിക്കുന്നതും UCC ആണ്. എങ്ങനെയാണ് ഇപ്പോൾ സഭയിൽ കാര്യങ്ങൾ? നിലവിൽ ദിവിഷ്, സഭ പിരിഞ്ഞിരിക്കുകയാണ് ഈ ബില്ല് അവതരിപ്പിച്ച ശേഷം. നേരത്തെ തന്നെ പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു സംസ്ഥാനത്ത് UCC അവതരിപ്പിക്കുമെന്നുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഇതാ ഉത്തരാഖണ്ഡ് ഈ ഏക സിവിൽ കോഡ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറിയിട്ടുമുണ്ട്. അല്പനേരം മുൻപാണ് ഈ സഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. കോൺഗ്രസ് MLA-മാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു അകത്തും പുറത്തും. ആ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റന്നാൾ വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രത്യേക സമ്മേളനം, ഈ വിധാനസഭയുടെ പ്രത്യേക സമ്മേളനം, അത് ഈ UCC-ക്ക് വേണ്ടി വിളിച്ചതാണ്. UCC ഈ ഏക സിവിൽ കോഡ് 8-ാം തീയതിക്കുള്ളിൽ തന്നെ സഭയിൽ ചർച്ച നടത്തി പാസ്സാക്കി എടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് BJP MLA-മാരും മുഖ്യമന്ത്രിയായിട്ടുള്ള പുഷ്കർ സിംഗ് ധാമിയും വ്യക്തമാക്കിയത്. എന്താണ് ഈ UCC-യുടെ കൃത്യമായിട്ടുള്ള ഉള്ളടക്കം എന്നുള്ളത് വ്യക്തമല്ല, അത് പരസ്യമാക്കിയിട്ടില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വിവാഹമോചനം, അതുപോലെ തന്നെ ദത്ത്, പിന്തുടർച്ച അവകാശം, ഇതിലെല്ലാം തന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേപോലെ കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള കോഡായിരിക്കും, നിയമങ്ങളായിരിക്കും ഉൾപ്പെടുത്തുക. മാത്രമല്ല, ഒരു വിവാഹത്തിൽ ഇരിക്കവേ പുരുഷനോ സ്ത്രീക്കോ ഒന്നിലധികം മറ്റൊരു വിവാഹം കഴിക്കുക എന്നുള്ള കാര്യം, അതായത് പോളിഗമി എന്നുള്ള കാര്യം പോലും ചട്ടവിരുദ്ധമാക്കപ്പെടുന്നു. അതിന് അനുമതിയില്ലാതെ പൂർണ്ണമായിട്ടും ഒരു ചട്ടവിരുദ്ധമാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു ബില്ലിൽ. മാത്രമല്ല, ഇനി മുതൽ ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അതായത് വിവാഹം കഴിക്കാതെ തന്നെ പാർട്ട്ണറുമായി ഒന്നിച്ച് താമസിക്കുക എന്ന് പറയുന്നത് പോലും പോലീസിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ മുത്തലാഖ്, ഹലാല പോലുള്ള ഇത്താഖ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുറ്റകൃത്യങ്ങളുടെ ഒരു പട്ടികയിലേക്ക് വരുത്തുമെന്നുള്ള കാര്യം കൂടി ഈ സിവിൽ കോഡിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടത്. പൂർണ്ണമായിട്ടുള്ള ഉള്ളടക്കം വന്നിട്ടില്ല, പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഉത്തരാഖണ്ഡിലെ 3% വരുന്ന ആദിവാസി പോപ്പുലേഷൻ, അവരെ പൂർണ്ണമായിട്ടും ഈ ഏക സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ 5-അംഗ സമിതി ഇപ്പോൾ ഈ കരട് തയ്യാറാക്കിയിരിക്കുന്നതും അത് അവതരിപ്പിച്ചിരിക്കുന്നതും. അടുത്ത 2 ദിവസത്തിനകം തന്നെ സഭയിൽ ഇത് പാസ്സാക്കി എടുക്കുമെന്നുള്ള കാര്യം കൂടി പുഷ്കർ സിംഗ് ധാമി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടക്കുന്നതിന് മുൻപ് ഉത്തരാഖണ്ഡിനൊപ്പം തന്നെ അസം, ഗുജറാത്ത്, ഈ 2 സംസ്ഥാനങ്ങൾ കൂടി ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള, അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ഏകദേശം ഈ ഉത്തരാഖണ്ഡിന്റെ അതേ മാതൃക തന്നെയായിരിക്കും അസമും അതുപോലെ തന്നെ ഗുജറാത്തും സ്വീകരിക്കുക എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കേണ്ടത്. അതായത് ആദിവാസി സമൂഹത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള കരടായിരിക്കും അവതരിപ്പിക്കുക. ശരി. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തരാഖണ്ഡ് നിയമസഭയിലാണ് ഇപ്പോൾ UCC വച്ചിരിക്കുന്നത്. സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്.